ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹർമസാന്റെ വീടിന് അധികം ദൂരമൊന്നുമില്ലല്ലോ. ഇപ്പോ ഈ നിമിഷം തന്നെ അവിടേക്ക് പോവാം. വീട്ടിലാരും ഇല്ലെന്നല്ലേ അവള് പറഞ്ഞത്. അവള് പറഞ്ഞത് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും പറ്റിയ അവസരം. സ്വന്തം തള്ളയെ കൺമുമ്പിലിട്ട് കൊല്ലാക്കൊല ചെയ്തിട്ടും പ്രതികരിക്കാത്ത ഒരു ജന്മം. നിന്റെ മുഖം എനിക്ക് കാണണ്ട. ഇറങ്ങടാ പുറത്ത്, ഇറങ്ങാൻ. കുടുംബത്തിലെ അംഗത്തിനെ പുറന്തള്ളിക്കൊണ്ട് അച്ഛൻ എന്ത് നേടാനാ പോകുന്നത്? മനോജ് സ്വന്തം മകനാണെന്നുള്ള കാര്യം അച്ഛൻ മറക്കരുത്. അച്ഛനിപ്പോ എന്ത് വിചാരിച്ചിട്ടാ? വലിഞ്ഞു കയറി വന്ന ഇവരെ വാഴിക്കാന്നോ? നടക്കില്ല. മനോജേ, നീ തോറ്റു കൊടുക്കരുത്. ചന്ദ്രു, അമ്മേ, ചന്ദ്രു, എന്താ? അയ്യോ അമ്മേ, അയ്യോ അമ്മേ, 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 അയ്യോ അമ്മേ, അമ്മേ, അയ്യോ സാരല്ല മാധവേട്ട, ആർക്കോളും. അയ്യോ അയ്യോ, ഇതൊക്കെ അടവാ. നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. പോലെ അമ്മേ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. അമ്മേ, മാറിക്കോളും. അമ്മേ, അച്ഛകത്തേക്ക് കൊണ്ടുപോ. ഒന്നുമില്ല, നിങ്ങൾ അകത്തോട് കയറുക. വാ. ഇതാരാ ഇപ്പോഴും ലാൻഡ് ഫോണിൽ വിളിക്കുന്നേ? ഹലോ, ആരാ? അശോക വർമ്മ സാറിന്റെ വീടല്ലേ? അതെ. വർമ്മ സാറിനൊന്ന് ഫോൺ കൊടുക്കാമോ? സാർ ഇവിടെ ഇല്ല. എങ്കിൽ ശ്യാമിന് ഫോണൊന്ന് കൊടുക്കാവോ? അവര് രണ്ടുപേരും ഇവിടെ ഇല്ലല്ലോ. മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ ലാൻഡ് ഫോണിൽ വിളിച്ചതേ. വരുമ്പോ ഞാൻ പറയാം. സാറിന്റെ പേരും നമ്പരും ഒന്ന് പറഞ്ഞാ ഞാൻ വിളിക്കാൻ പറയായിരുന്നു. എന്റെ പേര് വിക്രം. വിക്രം, അയാളെന്റെ ശബ്ദം തിരിച്ചറിഞ്ഞു കാണോ? ആട്ടെ, നമ്മളാരാണ്? ശ്യാം കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണോ? ഹലോ ഹലോ ഹലോ, നമ്മളാരാണ്? ഞാനിവിടുത്തെ സെർവന്റാ. അല്ല, പെട്ടെന്ന് ശബ്ദത്തിന് എന്ത് പറ്റി? ഒന്നുമില്ല, ഞാൻ വെക്കട്ടെ. എനിക്ക് ഒരു മിനിറ്റ്. ഹലോ ഹലോ, ഈ ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ. എന്റെ പേര് കേട്ടപ്പോ എന്താ ഫോൺ കട്ട് ചെയ്ത്?
അത് ആ വീട്ടിലെ ജോലിക്കാരി തന്നെ ആയിരിക്കോ? വിക്രം എന്ന പേര് പറഞ്ഞപ്പോ ഞാൻ ഫോൺ കട്ട് ചെയ്യരുതായിരുന്നു. ആ ശബ്ദത്തിന് വർഷയുടെ ശബ്ദവുമായി നല്ല സാമ്യം തോന്നുന്നുണ്ട്. അയാൾക്ക് എന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു പക്ഷേ ഇവിടെ. ഇനി എന്റെ തോന്നലായിരിക്കും അത്. ഇനി അയാളായിരിക്കോ? ഇനി വിക്രം ആയിരിക്കോ? എടുക്കണോ? വേണ്ട. ഭാഗ്യം. ആ ശബ്ദത്തിന്റെ ഉടമ ഒരു വീട്ടു ജോലിക്കാരിയാണെങ്കിൽ എന്റെ പേര് കേട്ടപ്പോ എന്തിനാ ഫോൺ കെട്ടിയതേ? ഞാൻ മുൻപ് വർമ്മസാറിന്റെ വീട്ടിൽ ചെന്നപ്പോഴൊന്നും അവിടുത്തെ സെർവന്റിന്റെ മുന്നിൽ വന്നിട്ടില്ല. ഇനിയൊരു പക്ഷേ ഈശ്വര, ദേ വീണ്ടും. ഏതായാലും എടുക്കാം. എടുക്കാതിരുന്ന വിക്രമിന് സംശയമാവും. ഹലോ ഹലോ ഹലോ, ഞാനാ ശ്യാം. ഇതാരാ? ഞാൻ അമ്മുവാ. എനിക്കൊരു കൊറിയർ വന്നിരുന്നോ? ഇല്ല സർ. ആ, എന്നാ വരും. അത് വാങ്ങി ഭദ്രമായിട്ട് എന്റെ റൂമിൽ വെച്ചേക്കണം. ശരി സർ. ഓക്കെ. സംശയം വന്നത് തീർക്കണം. വർമ്മസാറിന്റെ വീടിന് അധികം ദൂരമൊന്നുമില്ലല്ലോ. ഇപ്പോ ഈ നിമിഷം തന്നെ അവിടേക്ക് പോവാം. വീട്ടിലാരും ഇല്ലെന്നല്ലേ അവള് പറഞ്ഞത്. അവള് പറഞ്ഞത് അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും പറ്റിയ അവസരം. ഇങ്ങനൊരു ചാൻസ് പാഴാക്കിയ പിന്നീട് ഒരിക്കലും കിട്ടിയെന്ന് വരില്ല. കിടക്ക്. ചന്ദ്രു, നിനക്ക് എന്താ പറ്റിയ ചന്ദ്രു? മാനത്തെ കൊട്ടാ